നിലവിൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച പേസ് ബൗളർ ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ. ജസ്പ്രീത് ബുംറ. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമൻ. ഇന്ത്യയുടെ പേസ് ആക്രമണത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന താരം. എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ബുംറയെ ഇനി അധികം നാൾ കാണാൻ കഴിഞ്ഞേക്കില്ലെന്നാണ് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫ് പറയുന്നത്. അധികം വൈകാതെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് ബുംറ വിരമിച്ചേക്കുമെന്നാണ് കൈഫിൻ്റെ പ്രതികരണം. നിലവിൽ മാഞ്ചസ്റ്ററിൽ ഇംഗ്ലണ്ടിന് നടന്നുകൊണ്ടിരിക്കുന്ന 4ാം ടെസ്റ്റിൽ 140 മുകളിൽ വേഗത്തിൽ പന്തെറിയാൻ ബുംറ ബുദ്ധിമുട്ടുകയാണ്. ഇത് ശാരീരികമായി അദ്ദേഹം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണെന്നാണ് ക്രിക്കറ്റ് ലോകം ചൂണ്ടിക്കാട്ടുന്നത്. ഈ സാഹചര്യത്തിലാണ് ബുംറയുടെ ഭാവി പ്രവചിച്ച് മുഹമ്മദ് കൈഫ് രംഗത്തെത്തിയത്. ബുംറ വരാനിരിക്കുന്ന ടെസ്റ്റ് മത്സരങ്ങളിൽ കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം വിരമിക്കൽ പോലും നടത്തിയേക്കാം. ബുംറയെ അദ്ദേഹത്തിൻ്റെ ശരീരം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ താരത്തിൻ്റെ ബൗളിംഗ് വേഗത വളരെ കുറവായിരുന്നു. ഈ കളിയിൽ അദ്ദേഹത്തിന് വേഗതയില്ല. അവൻ നിസ്വാർത്ഥനായ ഒരു വ്യക്തിയാണ്. രാജ്യത്തിനു വേണ്ടി 100% നൽകാൻ സാധിക്കുന്നില്ലെന്ന്, മത്സരം ജയിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന്, വിക്കറ്റുകൾ നേടാൻ പറ്റുന്നില്ലെന്ന് തോന്നിയാൽ അവൻ തന്നെ മതിയാക്കും. ഇതാണ് എൻ്റെ ഉള്ളിലെ തോന്നൽ. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ മുഹമ്മദ് കൈഫ് വ്യക്തമാക്കി. ബൂംറയില്ലാത്ത ടെസ്റ്റ് ടീമിനെ കാണേണ്ടി വരുമെന്ന് ആരാധകർക്ക് മുന്നറിയിപ്പ് നൽകിയാണ് കൈഫ് തൻ്റെ വീഡിയോ അവസാനിപ്പിച്ചത്. ആദ്യം വിരാട് കോഹ്ലി, പിന്നീട് രോഹിത് ശർമ്മ പോയി, അശ്വിനും അവിടെയില്ല. ഇപ്പോൾ ഒരുപക്ഷേ ബൂംറയും പോയേക്കാം. നിങ്ങൾ അവരില്ലാത്ത ടെസ്റ്റ് മത്സരങ്ങൾ കാണാൻ ശീലിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു, കൈഫ് പറഞ്ഞു. അതേസമയം മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ കരിയറിലെ ഒരു മോശം റെക്കോർഡും ബൂംറ സ്വന്തമാക്കി. 2 വിക്കറ്റുകൾ വീഴ്ത്തിയ താരം വഴങ്ങിയത് 112 റൺസാണ്. 2018 അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ അരങ്ങേറ്റത്തിന് ശേഷം ഇന്ത്യയുടെ സ്റ്റാർ പേസറുടെ ഏറ്റവും മോശം പ്രകടനമാണിത്. ഇന്ത്യക്ക് വേണ്ടി 48ാം ടെസ്റ്റ് കളിക്കുന്ന ബുംറ ഇതാദ്യമായാണ് ഒരു ഇന്നിംഗ്സിൽ 100 റൺസ് വഴങ്ങുന്നത്. 33 ഓവറിലാണ് 112 റൺസ് ബുംറ വഴങ്ങിയത്. 90 ഇന്നിംഗ്സുകൾക്ക് ശേഷമാണിത്. ഒരു ടെസ്റ്റ് ഇന്നിംഗ്സിൽ 100 റൺസ് വഴങ്ങുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ മാച്ചുകൾ കളിച്ച രണ്ടാമത്തെ താരമാണ് ബുംറ. 140 ഇന്നിംഗ്സുകൾ 100 റൺസ് വഴങ്ങാതെ കളിച്ച ഇംഗ്ലണ്ടിൻ്റെ ജോ റൂട്ടാണ് പട്ടികയിൽ ഒന്നാമൻ. കരിയറിലെ തന്നെ ഏറ്റവും മോശം പ്രകടനമാണെങ്കിലും മത്സരത്തിൽ ബുംറ 2 വിക്കറ്റ് നേട്ടത്തോടെ മറ്റൊരു റെക്കോർഡിന് അർഹനായിരുന്നു. ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് ചരിത്രത്തിൽ ബുംറയ്ക്ക് ഇപ്പോൾ 51 വിക്കറ്റുകളായി. 2 വ്യത്യസ്ത വിദേശ രാജ്യങ്ങളിൽ 50 ടെസ്റ്റ് വിക്കറ്റുകൾ നേടിയ ആദ്യ ഇന്ത്യൻ കളിക്കാരനായി അദ്ദേഹം മാറി. ഓസ്ട്രേലിയയിൽ ടെസ്റ്റിൽ 64 വിക്കറ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. 2 വിദേശ രാജ്യങ്ങളിൽ 50 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിക്കറ്റുകൾ നേടിയ ഏക ഏഷ്യൻ താരം കൂടിയാണ് ബുംറ. ഇംഗ്ലണ്ട് ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ഇന്ത്യൻ കളിക്കാരനാകാൻ ബുംറയ്ക്ക് ഇനി 1 വിക്കറ്റ് കൂടി മതി. 51 വിക്കറ്റുകൾ നേടിയ ഇഷാന്ത് ശർമ്മയുടെ റെക്കോർഡ് അദ്ദേഹം തിരുത്തി കുറിക്കും. അതേസമയം ഓൾഡ് ട്രാഫോർഡിൽ 4ാം ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യ 2ാം ഇന്നിംഗ്സിൽ 2-ന് 124 എന്ന നിലയിലാണ്. റൺസ് എടുക്കുന്നതിന് മുമ്പ് 2 വിക്കറ്റ് നഷ്ടപ്പെട്ട ശേഷമാണ് ഇന്ത്യ കരകയറിയത്. 87 റൺസുമായി രാഹുലും 78 റൺസുമായി ഗില്ലുമാണ് ക്രീസിൽ. മത്സരത്തിൽ 8 വിക്കറ്റ് ശേഷിക്കെ ഇന്ത്യ 137 റൺസിന് പിന്നിലാണ്. 1ാം ഇന്നിംഗ്സിൽ 358 റൺസായിരുന്നു ഇന്ത്യ നേടിയത്. ഇംഗ്ലണ്ട് നേടിയതാകട്ടെ 669 റൺസും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.